ഏതെങ്കിലും ഒരു മതത്തിന്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു വചനം തെറ്റാണെങ്കിൽ അത് ദൈവികമാണോ? തെറ്റായൊരു പരാമർശമുണ്ടെങ്കിൽ അത് ദൈവികമല്ല എന്ന് പറയുന്നത് പോലും ശരിയല്ല. അത് ലോജിക്കൽ ഫാലസിയാണ്. ഖുർആനിൽ തെറ്റില്ല, തെറ്റില്ല, തെറ്റില്ല. ഖുർആനിൽ തെറ്റില്ല, ഖുർആനിൽ തെറ്റില്ല, ഖുർആനിൽ തെറ്റില്ല, ഖുർആനിൽ തെറ്റില്ല. നമ്മുടെ അന്ത്യം അടുത്തോ എന്നൊരു പേര്. എന്താ കാര്യം? മതം വേണോ മനുഷ്യന് എന്നുള്ളതാണ് തലക്കെട്ട്. എന്റെ പൊന്നുമക്കളെ, ഞാൻ ഫിലോസഫിയിൽ PhD ചെയ്യുന്ന ഒരു വിനീത സഹോദരനായതുകൊണ്ട് എനിക്ക് എപ്പിസ്റ്റമോളജിയും ഐഡിയോളജിയും മുൻനിർത്തി മാത്രമേ സംസാരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ഇങ്ങനെയും പൊങ്ങച്ചം പറയുന്ന ഒരു അത് പാരമ്പര്യ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ലോകത്തിന്റെ വ്യവസ്ഥാപിത മതങ്ങൾ ഒഴിവാക്കുന്നവർ ഭൂരിഭാഗവും പോയിക്കൊണ്ടിരിക്കുന്നത് അവ്യവസ്ഥാപിതമായ മതങ്ങളിലേക്കാണ്. സത്യമാണോ ഈ പറയുന്നത്? എന്താണ് ഈ അവ്യവസ്ഥാപിതമായ മതം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൂസിഫർ വർഷിപ്പ്. ഫ്രീ മസേൺസ് ഇലുമിനേറ്റിക്കാരുടെ കൂടെ പോകും. ലൂസിഫറിനെ ആരാധിക്കുന്ന സമൂഹത്തിന്റേതാണ് അടുത്ത ലോകം എന്നാരോട് പറഞ്ഞു? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ നമുക്കോട്ട് ഊഹിക്കാൻ പാടില്ലേ? അപ്പൊ പ്രശ്നം ഇല്ലുമിനാറ്റിയാണ്. എനിക്ക് എപ്പിസ്റ്റമോളജി ഒന്നും വേണ്ട, നമുക്ക് ഡെഫിനിഷൻസ് മതി. ഡെഫിനിഷൻസ് പറയുമ്പോൾ ഇസ്ലാമിലൊരു ഡെഫിനിഷൻസ് ഉണ്ട്, ഷഹാദത്തു കലിമ. ഇനി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞില്ല ഇല്ലുമിനാറ്റിയെ കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം ഇദ്ദേഹം മതം വേണമെന്നാണോ പറഞ്ഞെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. പറയാൻ അദ്ദേഹം വിട്ടുപോയതാണെങ്കിൽ അടുത്ത തവണയെങ്കിൽ പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മതം വേണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിൽ ഏത് മതം വേണമെന്നും കൂടി ഒന്ന് പറയണം. ഇവിടെ കുറെ മതങ്ങളുണ്ട്. അങ്ങനെ മലയ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിൽ ജൈവിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത്. അപ്പം ഞാൻ ഒരു തറ വേല കാണിക്കാൻ പോവുകയാണ്. കൂടെ നിന്നോണ്ട് നവനാസ്തികത അല്ലെങ്കിൽ എയ്ത്തിസം മുന്നോട്ട് വെക്കുന്ന മൊറാലിറ്റിയുടെ മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഹാം പ്രിൻസിപ്പിൾ ആണ്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? പിന്നെ രണ്ടാമത്തെ ഒരു മാനദണ്ഡം ഹെഡോണിസമാണ്. അതനുസരിച്ച് നിങ്ങൾ നോക്കൂ, ഒരു പ്രശ്നം, ഒരു സ്ത്രീയെ 10 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്യുകയാണ്. 10 പേർക്ക് ഹർഷാനന്ദം, ഒരാൾക്ക് പ്രാണവേദന. ഒരു മാറ്റവും ഇല്ലല്ലോ. ഹെഡോണിസം അനുസരിച്ച് ഒരാളുടെ വേദന പരിഗണിക്കേണ്ടതില്ല. അതായത് ഒരാൾ 10 പേർ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു കഥ ഇവിടെ കേട്ടു. അതിന് യൂട്ടിലിറ്റേറിയനിസം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു വലിയ വിശദീകരണം കൊടുക്കുന്നു. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, മുഹമ്മദ് നബി പണ്ട് ഇതേപോലെ ഒരു ബലാത്സംഗത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. ജെമിനിയോടൊക്കെ ചോദിച്ചു നോക്കാം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന്. ഇതെന്തോടെ മുത്തച്ചിപ്പിയുടെ റിവ്യൂ? അതുക്കും മേലെ. അതായത് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അവര് കുറെ അറബി സ്ത്രീകളെ പിടിക്കുന്നു. അങ്ങനെ പിടിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സഹകൊള്ളക്കാർ ചോദിക്കുകയാണ്, മുഹമ്മദ് നബിയെ, ഈ അറബി പെണ്ണുങ്ങളെ ഒന്ന് നമുക്ക് ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അവരുടെ പ്രശ്നം അവർ ഉപയോഗിക്കാമോ എന്നുള്ളതല്ല, അവർ ഭോഗിക്കുന്ന സമയത്ത് ശുക്ലം അകത്ത് കളയണോ പുറത്ത് കളയണോ എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ പ്രശ്നം. ചുരുക്കി അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ വാണം വാസു, ഇത് ശിഷ്യൻ ഉച്ചുവാണം വേലു. ലോകാവസാനം വരെ ജനിക്കാനുള്ള എല്ലാ കുട്ടികളും ജനിച്ചിരിക്കുമെന്ന വളരെ ശാസ്ത്രീയമായ ഉത്തരവാണ് മുഹമ്മദ് നബി അവർക്ക് കൊടുക്കുന്നത്. ബലാത്സംഗത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇതൊക്കെ സ്വന്തം പോക്കറ്റിൽ വെച്ചിട്ട് ഇതേപോലെ ആധുനിക മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളെ, അതിലെ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ആരും പറയുന്നില്ല. പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഇങ്ങനെ സാധനങ്ങൾ കെട്ടി ഇറക്കുന്ന ഒരു സംഭവം ഇല്ല. യുക്തിവാദമായാലും ശരി, അല്ലെങ്കിൽ സയന്റിസം ആയാലും ശരി, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഏത് തരം നിയമ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്ന ആ പ്രോസസ്സിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കാണുകയും അവിടെ ദൈവത്തിനെ കൊണ്ടുവന്ന് തിരുകാതെ, ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് അവിടെ വെക്കാതെ, നമ്മൾ അത് പ്രശ്നമായിട്ട് മനസ്സിലാക്കി അതിനുള്ള പോംവഴികൾ കൂട്ടമായിട്ട് ഇരുന്ന് ആലോചിച്ച് അതിനുള്ള പോംവഴികൾ കണ്ടെത്തും. അങ്ങനെയാണ് നമ്മൾ ചൈൽഡ് മാരേജ് നിരോധിച്ചത്. അങ്ങനെയാണ് നമ്മൾ ആയിഷ കല്യാണം അത് ഇന്ന് തെറ്റാണെന്നും അത് ഇന്ന് മുഹമ്മദ് നബി ചെയ്താൽ മുഹമ്മദ് നബി ജയിലിൽ കിടക്കുമെന്നും പറയുന്നതിന്റെ കാരണം അതാണ്. എനിക്ക് വയ്യ, ഞാൻ പോണു. പോവാൻ വരട്ടെ. അദ്ദേഹം കുറെ ആളുകളെ ഇവിടെ സൂചിപ്പിച്ചു, കുറെ പേരെടുത്ത് പറഞ്ഞു. ഹരാരിയുടെ പുസ്തകം വായിച്ചു നോക്കൂ. എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തെണ്ടാനോ? നീഷയുടെ കമന്റ് എന്താണ്? അതൊന്നും എനിക്കറിയാൻ മേല. ക്രിസ്റ്റഫർ ഹിച്ചൻസിന്റെ ഒരു പുസ്തകമുണ്ട്, ഇതിനൊരു അന്ത്യമില്ലേ? റിച്ചാർഡ് വാൻ ഡെൽമൺ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ദ സൊസൈറ്റി ഓഫ് എൻലൈറ്റ്മെന്റ്. നീ ഒന്നും പണയണ്ട. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഒരാളും ഇവരൊക്കെ മാനവരിൽ മഹോന്നതനാണെന്ന് പറയുന്നില്ല, അവരെ അനുസരിക്കണം എന്ന് പറയുന്നില്ല, അവരാണ് മോഡൽ എന്ന് പറയുന്നില്ല. രവിചന്ദ്രൻ ഇല്ല, ഡോക്കിൻസ് ഇല്ല, അവരൊക്കെ അവരങ്ങ് പോയി. അവര് എഴുതി വെക്കുന്ന സാധനങ്ങളിലെ ശരികളും തെറ്റുകളും അത് മനസ്സിലാക്കാനുള്ള അനാലിറ്റിക്കൽ ലെഫ്റ്റ് ബ്രെയിൻ നമുക്കുണ്ട്. പക്ഷേ അതിവനില്ല. എന്താ കാര്യം? ഈ സ്വന്തം കിതാബിലിരിക്കുന്ന ഇതുപോലത്തെ വളരെ അളിഞ്ഞ ലൈംഗിക വീഴ്ചകളുടെ കഥകളൊക്കെ അവിടെ ഇരിക്കുക. ആധുനിക മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ അവൻ അത് കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ട് ഇതാണ് ഏറ്റവും മികച്ചതെന്ന് പറയാൻ കുറച്ചും കൂടിയൊക്കെ ഒരു തൊലിക്കട്ടി കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. ഏത്?
യു പിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ ഇന്നും ഇരകളാക്കപ്പെടുന്നു എന്നുള്ള ഒരു പരിഭവം എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ എന്താ അതെ ഇതേപോലെയുള്ള അധികാരവർഗം ഒരു പ്രത്യേക ജനവിഭാഗത്തെ ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവർ എന്ന് പറയുന്ന ഒരു ദർശനത്തിലേക്ക് അവരെ എത്തിച്ചത് ഞാൻ ഒരിക്കലും പറയില്ല ഹിന്ദുത്വയാണെന്ന്. നിന്റെ ചാട്ടം കൊണ്ടാണ് നീ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ ദർശനത്തിലേക്ക് ഹിന്ദുത്വയെ പോലും എത്തിച്ചത് ആരാണ്? ഹിന്ദുത്വയെ ഉണ്ടാക്കിയതെന്ന് ഞാനിവിടെ പേര് പറയേണ്ടതില്ലല്ലോ. ഒരു നാസ്തികനാണ്. അദ്ദേഹത്തിന്റെ ഈ എവല്യൂഷൻ എന്ന് പറയുന്ന ആ മോറൽ കോഡാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. കേരളീയ യുക്തിവാദത്തിന് ഒരു വിജ്ഞാനപരമായി നല്ലൊരു പാരമ്പര്യമുണ്ട്. അതിനൊന്നും ഇല്ലേ? ആ പാരമ്പര്യത്തിലേക്കെങ്കിലും പ്രിയപ്പെട്ട സഹസമ്പാദകനെ പോലെയുള്ള ആളുകൾ തിരിച്ചു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല, ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു. കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിയത് ഒരുപക്ഷെ സഹോദരൻ അയ്യപ്പനാണ്, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ. എവിടെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അദ്ദേഹം ഒരു ഉപദേശം തന്നത് സഹോദരൻ അയ്യപ്പനെ കണ്ടുപഠിക്കണം എന്നാണ്. അത് സൗകര്യമില്ല. കാരണം അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക് കേട്ടാ. സവർക്കർ അദ്ദേഹവും ഇതേപോലെ ഏത്തിസ്റ്റ് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എവിടുന്നാണ് അതൊക്കെ കിട്ടിയെന്ന് എനിക്കറിയില്ല. സവർക്കറൊക്കെ നല്ല അസൽ ഈ പറയുന്ന ഹിന്ദുത്വ ആശയങ്ങൾ കൊണ്ടു നടക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള മതപരമായ ആചാരങ്ങൾ കൊണ്ടു നടന്നിട്ടുള്ള ആൾ കൂടിയാണ്. പക്ഷെ അദ്ദേഹം ഒരു അന്ധവിശ്വാസ വിരുദ്ധ പ്രവർത്തകൻ എന്നേ പറയാൻ പറ്റുള്ളൂ. പശുവിനെയൊക്കെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു എത്തിസ്റ്റ് ഒന്നും അല്ല. അത് അങ്ങനെ അണ്ണിക്കുവെക്കുവാലായിട്ട് പ്രൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ, അസന്നിഗ്ധമായിട്ട് പറയാൻ കഴിയുമെങ്കിൽ, കാണിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യാണ്. നമ്മളുടെ ഇന്നത്തെ വിഷയം മതം മനുഷ്യന് വേണമെന്നുള്ളത്. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. വേണമെന്നുള്ളത് എന്താ ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. മതം വേണോ വേണ്ടോ എന്ന് ഞാൻ തീർപ്പ് പറഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നം കേട്ടു. പ്രിയപ്പെട്ട ആരിഫ് ഭയ്യ, കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. പ്രിയപ്പെട്ട ആരിഫ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഒരാളാണെങ്കിൽ മറ്റൊരു മതത്തിൽ നിന്ന് ഇസ്ലാമിന്റെ അകത്തേക്ക് വന്ന ആളാണ് അഹമ്മദ് ദീദാദ്. ഇനി കൺക്ലൂഷൻ സെഷൻ ആരിഫ് സഹോദരന് സംശയം വേണ്ട. എല്ലാ മതങ്ങളിലും നന്മയുണ്ട്. ആ നന്മയുടെ പ്രാദുർഭവം അള്ളാഹു ആണെന്ന് മനസ്സിലാക്കിയതിനാൽ ഞാൻ മുസ്ലിമാണ്. സമ്മതിച്ചേ? ആണല്ലോ. ഏതായാലും അദ്ദേഹം അവസാനം സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നത്, ഈ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ഓൾറെഡി അവരുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ മതം? ആ നന്മ അങ്ങ് വെച്ചാൽ പോരെ. ആരും കല്ല് ബോംബൊന്നും എറിയരുത്. ഏതായാലും സംവാദത്തിന് അന്ത്യത്തോട് അടുക്കുമ്പോൾ വ്യംഗ്യമായിട്ടാണെന്നുണ്ടെങ്കിലും ഇൻഡിറക്ട്ലി അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ് ഈ പറയുന്ന മതം വലിയ ആവശ്യമൊന്നുമില്ല, നന്മ ഉണ്ടായാൽ മതി. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ ബുക്ക് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നത് പരലോകമുണ്ടെന്നാണ്. എപ്പിടി നാസ്തികനായ സഹോദര, നിങ്ങൾ മരിച്ചു പോയതിനു ശേഷം പരലോകമില്ലെങ്കിൽ ഞങ്ങളും നിങ്ങളും തുല്യം തന്നെയാണ്. ഉസ്താദിനോടാണ്. എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്നാണുള്ളത്. ആ മതത്തിന്റെ ഗ്രന്ഥത്തിലെ എല്ലാ വചനങ്ങളും ഒരു മുത്തുചുപ്പി അല്ലെങ്കിലും ഒരു ബാലരമയായിട്ടെങ്കിലും ഞാൻ കാണുന്നു. എന്റെ ചോദ്യം, ഏതെങ്കിലും ഒരു മതത്തിന്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു വചനം തെറ്റാണെങ്കിൽ അത് ദൈവികമാണോ? അത്രയേ ഉള്ളൂ. ഏതായാലും നമ്മുടെ ജാതിക്കാർക്ക് വലിയ നാണക്കേടായി പോയി. തെറ്റായൊരു പരാമർശമുണ്ടെങ്കിൽ അത് ദൈവികമല്ല എന്ന് പറയുന്നത് പോലും ശരിയല്ല. ഖുർആനിൽ തെറ്റില്ല, തെറ്റില്ല, തെറ്റില്ല. അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. മറ്റൊരു കാര്യം, ഈ ഹാളിൽ വിഷയത്തിന്റെ ഭാഗമായിട്ടല്ലാതെ ബോംബ്, വധം, തലവെട്ടുക, ഭീഷണി, ജീവനോടെ പോകാൻ പറ്റൂല, അവിടെ ബോംബ് പൊട്ടരുത്, ഇങ്ങനെയുള്ള ഹിംസാത്മകമായ പദങ്ങൾ ആരാണ് കൂടുതൽ ഉപയോഗിച്ചത്? അതെ, അത് ഞാനാണ്, ഞാൻ തന്നെയാണ്. ഞാനിവിടെ ബോംബ്, വാള്, കത്തിക്കുത്ത് എന്നൊക്കെ പറഞ്ഞു എന്ന് ശരിയാണ്. എനിക്കത് പറയാൻ കഴിയും, കാരണം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് മതം, അതിന്റെ കുഴപ്പമാണ്. എന്നാൽ നിങ്ങൾക്കത് പറയാൻ കഴിയില്ല, കാരണം നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് മതമില്ലായ്മയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ ഒരു മതമില്ലാത്തൊരു വ്യക്തി വന്ന് സൂയിസൈഡ് ബോംബറായിട്ട് വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അത് ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ബോംബിനെ കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും മതമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ കുഴപ്പമാണെന്ന് നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുക. ഞാനിവിടെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇസ്ലാം ഒരു ഐഡിയ ആണ് എന്നുണ്ടെങ്കിൽ ഐഡിയ വിമർശിക്കാൻ സാധിക്കണം. ഇതാണ് നമ്മൾ പറയുന്നത്. മുഹമ്മദ് നബിയെ അവിടെ എടുത്തുകൊണ്ട് പറയുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്, മാനവരിൽ മഹോന്നതനാണ് നീ.
അങ്ങനെ ഒരു മോഡലാണെന്ന് പറയുമ്പോൾ ആ മോഡലിന് ഒരു മോഡലാവാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് നമ്മൾ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കുമ്പോൾ പല സംഗതിയും പുറത്തു വരും. മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയ കാര്യം മുതൽ, ബോംബിടാൻ പ്രേരിപ്പിച്ചത് മുതൽ, ഈ പറയുന്ന സ്വതന്ത്ര ലൈംഗികത പോലും, എങ്ങനെയാണ് ഒരു അറേബ്യൻ ടിൻഡറായിട്ട് മുഹമ്മദ് നബി അവിടെ ജീവിച്ചിരുന്നത് എന്നതുപോലും മനസ്സിലാക്കാൻ നമുക്ക് മുഹമ്മദ് നബിയുടെ ചരിത്രം പഠിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കണക്കിന് വർഷം, ആയിരക്കണക്കിന്, മില്യൺ കണക്കിന് ആളുകൾ ഫോളോ ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇതിനെ നമുക്ക് ഫേക്ക് ന്യൂസ് എന്ന് വിളിക്കാൻ പറ്റാത്തത്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ആളുകൾ കൂടിയാണ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. അത് സാധിക്കുന്നില്ല. അതിന്റെ കാരണം ഇത് തന്നെയാണ്. നമ്മൾ പേടിക്കുന്നു. റാവുത്തറെ ആ പേടി നമുക്കില്ല. ദാറ്റ്സ് ഓൾ. എന്താടാ எல்லாத்துலயும் தொண்டடணும். அத்தனை பேர் முன்னாடி என் மூஞ்சில கையை பூசிட்டா. ஆல்ரெடி உன் ஃபேஸ் கறி பூசின மாதிரி தானடா இருக்கு. வாய் மூடுறா. അപ്പൊ ശരി.